കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും ഉൾപ്പെടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ വിനേഷ് ഫോഗട്ടിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് തെരുവിലിറങ്ങിയ വിനേഷ് 29-ാം വയസ്സിൽ ഹരിയാനയിൽ നിന്ന് MLA ആയത് ചരിത്രം. ഇപ്പോൾ അതീവ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഈ ഗുസ്തി താരം. ബ്രിജ്ഭൂഷണെതിരെയുള്ള ലൈംഗികാരോപണ കേസിൽ താനും ഇരയായെന്നാണ് വെളിപ്പെടുത്തൽ. കോടതിയിൽ നിലവിലുള്ള ക്രിമിനൽ കേസിൽ പരാതി നൽകിയ 6 വനിതാ ഗുസ്തി താരങ്ങളിൽ ഒരാൾ താനെന്ന് ആദ്യമായാണ് വിനേഷ് തുറന്നു പറയുന്നത്. ബ്രിജ്ഭൂഷണെതിരെയുള്ള കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. അതിജീവിതമാരുടെ അന്തസ്സും ആഭിജാത്യവും സംരക്ഷിക്കുന്നതിനായി പേര് വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് താൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായും നിയമ നടപടികൾ തുടരട്ടെയെന്ന് കരുതിയതായും വിനേഷ് ഫോഗട്ട് പറഞ്ഞു. ഇരകളുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ചില സാഹചര്യങ്ങൾ കാരണമാണ് ഈ വെളിപ്പെടുത്തൽ. പരാതി നൽകിയ 6 ഇരകളിൽ ഒരാൾ ഞാനാണ്. ഞങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ വിനേഷ് വ്യക്തമാക്കി. उससे रिलेटेड कोर्ट में केस पेंडिंग है. 6 महिला खिलाड़ियों ने कंप्लेंट्स दी थी. उसके आधार पे आज भी कोर्ट में गवाहियां चल रही हैं. सुप्रीम कोर्ट की गाइडलाइन होती है कि किसी भी विक्टिम का आइडेंटिटी को रिवील ना किया जाए, क्योंकि उनकी गरिमा और उनकी मान सम्मान की बात होती है. लेकिन आज कुछ मजबूरियां ऐसी है कि मैं आप सबको बताना चाहती हूँ. मैं अभी नहीं बोलना चाहती थी कि कोर्ट में केस पेंडिंग है, देश के सामने सब सच्चाई आ जाएगी. लेकिन मैं बताना चाहती हूँ कि मैं उन 6 में से एक विक्टिम मैं खुद हूँ जिसने कंप्लेंट दी थी, और हमारी गवाहियाँ भी चल रही हैं. ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി തന്റെ തിരിച്ചുവരവ് തടയാൻ ഗുസ്തി ഫെഡറേഷൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും വിനേഷ് ആരോപിക്കുന്നു. ഉത്തർപ്രദേശിലെ ഗോണ്ടയിലെ ബ്രിജ്ഭൂഷന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ കോളേജിൽ റാങ്കിംഗ് ടൂർണമെന്റുകളും ട്രയൽസുകളും നടത്താനുള്ള ഫെഡറേഷന്റെ തീരുമാനമാണ് വിനേഷിനെ പ്രകോപിപ്പിച്ചത്. അവിടെ നീതിയുക്തമായ മത്സരം അസാധ്യമാണ്. റഫറിമാരുടെ തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ബ്രിജ്ഭൂഷന്റെയും അനുയായികളുടെയും നിയന്ത്രണത്തിലാണ്. ബ്രിജ്ഭൂഷനെ സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും നിലവിലെ അധ്യക്ഷൻ സഞ്ജയ് സിംഗിലൂടെ അദ്ദേഹം ഫെഡറേഷനെ ഇപ്പോഴും നിയന്ത്രിക്കുകയാണെന്ന് വിനേഷ് ആരോപിക്കുന്നു. 2023-ൽ ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ വിനേഷ് ഉണ്ടായിരുന്നു. സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ പങ്കെടുത്ത ഈ പ്രതിഷേധം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നൽകിയ കേസിൽ നിന്ന് ബ്രിജ്ഭൂഷനെ ഒഴിവാക്കിയെങ്കിലും മറ്റ് 6 വനിതാ താരങ്ങൾ നൽകിയ പരാതികളെടുത്ത കേസുകളിൽ കോടതിയിൽ വിചാരണ തുടരുകയാണ്. ന്യൂസ് 18 ഡൽഹി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.